ഈ കല്ലിന്റെ ഹൈറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ എന്റെ ഹൈറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തോ. ടൺ കണക്കിന് ഭാരം വരുന്ന ലക്ഷക്കണക്കിന് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച 13 ഏക്കർ ബേസുള്ള കൂറ്റൻ പിരമിഡ്. 4500 വർഷങ്ങൾ പഴക്കമുള്ള മമ്മികളാണ് പിരമിഡുകൾക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ഇതിനൊക്കെ കാവലായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശില്പമായ സ്ഫിങ്സ്. പിരമിഡിനുള്ളിലെ തുരങ്കത്തിലൂടെ നടന്ന് അകത്ത് കണ്ട കാഴ്ചകൾ കാണാം. ഈജിപ്തിലെ പിരമിഡുകളുടെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ പിരമിഡിന് മുന്നിലാണ്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് അത്ര ചെറുതല്ല. ഇതിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് 13 ഏക്കറാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള വഴിയാണിത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനായത്. ഒട്ടും വൃത്തിയില്ലാത്ത ഒരു ഏരിയയാണിത്. ഇതിലൂടെ നടക്കുമ്പോഴേ കുതിരച്ചണകത്തിൻ്റെയും മറ്റും മോശം സ്മെല്ലാണ് മൂക്കിലേക്ക് അടിച്ചു കയറുക. ലോകപ്രശസ്തമായ ഒരു നിർമ്മിതിയെ ഈ രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. നിലവിൽ ഈജിപ്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പണപ്പെരുപ്പവും ദാരിദ്ര്യവും കടക്കണിയും സുരക്ഷാ പ്രശ്നങ്ങളുമെല്ലാം ഈജിപ്തിനെ വളരെ മോശം അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈജിപ്തിലെത്തുമ്പോഴേ നമുക്കിത് ഫീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് മെയിൻ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറി. ഈജിപ്തിൻ്റെ വരുമാന മാർഗമാണ് ഈ പിരമിഡുകളും നൈൽ നദിയുമൊക്കെ ഉൾപ്പെട്ട ടൂറിസം മേഖല. പക്ഷേ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് വരെ പണം തട്ടാനുള്ള പലതരത്തിലുള്ള അടവുകളാണ് ഇവിടുത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും പറഞ്ഞു പറ്റിച്ച് കാശ് കൈക്കലാക്കാൻ നോക്കും. തെറ്റിദ്ധരിപ്പിച്ചും നിർബന്ധിച്ചും പല കാര്യങ്ങളും നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ഇവിടെയുള്ളവർ ശ്രമിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മുന്നോട്ട് നടക്കുമ്പോൾ അധിക അകലെയല്ലാതെ പിരമിഡുകളും സ്ഫിങ്സും ഒക്കെ കാണാം. സഹാറ മരുഭൂമിയോട് ചേർന്നാണ് ഈ ഗിസ പിരമിഡുകളും സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്ക് സവാരി നടത്താനുള്ള ഒട്ടകങ്ങളെയും കുതിരവണ്ടികളെയും ഒക്കെ ഇവിടെ കാണാം. ഇതിൽ കയറുന്നവരും പറ്റിക്കപ്പെടുന്നത് ഞങ്ങൾ നേരിൽ കണ്ടു. ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പറയാൻ താല്പര്യമുണ്ടായിട്ടല്ല. ഈ വീഡിയോ കണ്ട് ഇവിടെ വരുന്ന നിങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. കെയ്റോയിൽ നിന്നും അരമണിക്കൂർ ദൂരം മാത്രമേ പിരമിഡുകൾ നിൽക്കുന്ന ഗിസയിലേക്കുള്ളൂ. ഈജിപ്തിൽ 118ഓളം പിരമിഡുകളാണുള്ളത്. അതിലേറ്റവും പ്രശസ്തമായവയാണ് ഗിസയിലെ പിരമിഡുകൾ. പിരമിഡ് ഓഫ് കുഫു, പിരമിഡ് ഓഫ് ഖഫ്രെ, പിരമിഡ് ഓഫ് മെൻകൗറ എന്നീ 3 പിരമിഡുകളാണ് ഇവിടെയുള്ളത്. ശരിക്കും പിരമിഡുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സുഡാനിലാണ് ഏറ്റവും കൂടുതൽ പിരമിഡുകളുള്ളത്, 200 എണ്ണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ്. ഒരു സൈൻ ബോർഡ് പോലും ഒരിടത്തും വെച്ചിട്ടില്ല. എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നോ ഒന്നും എഴുതി വെച്ചിട്ടോ ഒന്നുമില്ല. നമ്മൾ തന്നെ തപ്പി കണ്ടെത്തണം. ഇവിടെ സൗകര്യങ്ങളൊക്കെ നന്നേ കുറവാണെങ്കിലും ധാരാളം സഞ്ചാരികൾ ഇങ്ങോട്ടെത്തുന്നുണ്ട്. ഇതാണ് പിരമിഡ് ഓഫ് കുഫു. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണിത്. പുരാതന ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന ഫറവോയായ കുഫു ആണ് സ്വന്തം മൃതശരീരം അടക്കാനായി ഈ പിരമിഡ് നിർമ്മിച്ചത്. ഈ പിരമിഡിന്റെ ബേസ് മാത്രം വരുന്നത് 13 ഏക്കറാണ്. അപ്പോൾ തന്നെ ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. 2.5 ടൺ മുതൽ 15 ടൺ വരെ ഭാരമുള്ള 23 ലക്ഷം ചുണ്ണാമ്പ് കല്ലുകൾ ഉപയോഗിച്ച് 20 വർഷമെടുത്താണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. ഈ കല്ലിന്റെ ഹൈറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ എന്റെ ഹൈറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തോ. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 2600നും 2500നും ഇടയിലാണ് കുഫുവിന്റെ ഈ പിരമിഡ് നിർമ്മിച്ചത്. ഇതിന്റെ ഉയരം 481 അടിയാണ്. എന്നാൽ ഇതിന് കേടുപാടുകളൊക്കെ സംഭവിച്ച് ഉയരം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഉയരം 455 അടിയാണ്. AD 1300കളിലുണ്ടായ ഭൂകമ്പവും കൂടാതെ തൊട്ടടുത്ത നഗരങ്ങളിലേക്ക് കൊട്ടാരങ്ങളും കോട്ടകളും മോസ്കുകളും മറ്റ് ബിൽഡിങ്ങും ഒക്കെ നിർമ്മിക്കാനായി ഈ പിരമിഡിന്റെ കേസിംഗ് സ്റ്റോണുകൾ കൊണ്ടുപോയതുമൊക്കെയാണ് ഇതിന് ഇത്രയും കേടുപാടുകൾ ഉണ്ടാകാൻ കാരണം. പിരമിഡിന്റെ പുറംവശം കവർ ചെയ്തിരുന്ന പോളിഷ് ചെയ്ത ലൈം സ്റ്റോണുകളാണ് കേസിംഗ് സ്റ്റോണുകൾ. വളരെ കുറച്ച് കേസിംഗ് സ്റ്റോണുകളെ ഇപ്പോൾ ഇതിലുള്ളൂ. പിരമിഡിനകത്ത് കയറാൻ വേണ്ടി സെപ്പറേറ്റ് ടിക്കറ്റാണ്. നമ്മൾ അതും എടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. കല്ലുകളിലൂടെ കുറച്ച് മുകളിലേക്ക് കയറി വേണം പിരമിഡിനുള്ളിലേക്കുള്ള എൻട്രൻസിലെത്താൻ. പുരാതന ഈജിപ്തുകാർ പുനർജന്മത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ മരണശേഷം അടക്കം ചെയ്യുന്ന ഫറവോമാരുടെ ശവകുടീരത്തിൽ അവർക്ക് അടുത്ത ജന്മത്തിലേക്ക് ആവശ്യമായ സ്വർണം, വെള്ളി, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, മമ്മിഫൈഡ് ചെയ്ത ഫുഡ് എന്നിവയെല്ലാം വയ്ക്കുമായിരുന്നു. ഇതുമാത്രമല്ല, അടുത്ത ജന്മത്തിലെ സുരക്ഷയ്ക്കായി വാളും മറ്റായുധങ്ങളും കൂടാതെ ഫർണിച്ചറുകളും പരിചാരകർക്കായി ചിലതരം പ്രതിമകളെയും ശവകുടീരത്തിൽ വയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വയ്ക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം പിന്നീട് പല ആളുകളാലും കൊള്ളയടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ എല്ലാ ഫറവോമാരുടെയും ശവശരീരം അടക്കിയിട്ടുള്ളത് പിരമിഡുകൾക്കുള്ളിലല്ലായിരുന്നു.
വിലപിടിപ്പുള്ള സാധനങ്ങൾ ആളുകൾ കൊള്ളയടിക്കുന്നത് തടയാനായി ചില ഫറവോമാരെയൊക്കെ താഴ്വരയിൽ രഹസ്യമായി ഉണ്ടാക്കിയ ശവകുടീരങ്ങളിലായിരുന്നു അടക്കിയിരുന്നത്. ഇങ്ങനെ സീക്രട്ടായി ഉണ്ടാക്കിയ പല ശവകുടീരങ്ങളും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ്. ഇക്കാണുന്ന ഇരുമ്പ് ഗേറ്റിലൂടെ വേണം പിരമിഡിനുള്ളിലേക്ക് പോകാൻ. ഈജിപ്തിൽ മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള പിരമിഡ് ഉള്ളത്. സുഡാൻ, മെക്സിക്കോ, പെറു തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ പിരമിഡുകളുണ്ട്. ഏറ്റവും വലിയ പിരമിഡ് ഇതാണെങ്കിലും ഏറ്റവും പഴയ പിരമിഡ് ഈജിപ്തിലെ സഖാറയിലുള്ള BC 2630 നിർമ്മിച്ച ദി സ്റ്റെപ്പ് പിരമിഡ് ഓഫ് ജോസർ ആണ്. പുറത്തെ ടെമ്പറേച്ചർ എത്രയാണെങ്കിലും പിരമിഡിനുള്ളിൽ എപ്പോഴും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് പുറത്തുള്ളതിനേക്കാൾ ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകൾ ഒരുപാട് പിരമിഡിനുള്ളിലേക്ക് വരുന്നതിനാലാണ് അല്പം ചൂട് കൂടുതൽ തോന്നുന്നത്. ഗോവണി പോലെ തോന്നിക്കുന്ന നടക്കാനുള്ള പ്രത്യേക ഒരു വഴി ഇതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നടത്തം മുഴുവൻ. ഇതിനുള്ളിലൂടെ കുനിഞ്ഞുകൊണ്ടുള്ള ഈ നടത്തം അത്ര എളുപ്പമൊന്നുമല്ല. ചെറുതായൊരു നടുവേദനയൊക്കെ തോന്നും. ചില ഭാഗങ്ങളൊക്കെ ഗുഹ പോലെ തോന്നിക്കുന്നവയാണ്. എന്നാൽ ചില ഭാഗങ്ങൾ ഇതുപോലെ നീളത്തിൽ കല്ലുകൾ പാകിയ ഒരു ഏരിയയാണ്. ആദ്യത്തെ കുറച്ചു ദൂരം കുനിഞ്ഞായിരുന്നു നടന്നിരുന്നത്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നിവർന്ന് കിടക്കാറായി. ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഉള്ളിലൂടെ അങ്ങനെ നടന്ന് കിങ്സ് ചേംബറിനടുത്തെത്തി. കല്ലുകൊണ്ട് നിർമ്മിച്ച നല്ല ഉയരമുള്ള വലിയ ഒരു ഹോളാണിത്. ഇവിടെയാണ് ഫറവോ ആയ കുഫുവിനെ അടക്കം ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ മമ്മിയോ വിലവെടുപ്പുള്ള മറ്റു വസ്തുക്കളോ ഇല്ല. നിലവിൽ മമ്മിയൊന്നും പിരമിഡിനകത്തല്ല സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും പിരമിഡ് കാണാൻ വരുന്ന സഞ്ചാരികൾ പലരും എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി കണ്ടിട്ടേ പോകാറുള്ളൂ. ഈ പിരമിഡിനുള്ളിൽ ഇതുപോലെ വേറെയും ചേംബേഴ്സ് ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അങ്ങനെ കാഴ്ചകളും കണ്ട് കിങ്സ് ചേംബറിൽ നിന്നും പുറത്തേക്കിറങ്ങിയാണ്. ഈ പിരമിഡുകളൊക്കെ ഓറിയോൺ നക്ഷത്ര സമൂഹത്തെ അടിസ്ഥാനമാക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. വന്ന വഴിയിലൂടെ തന്നെ താഴേക്ക് കുനിഞ്ഞിറങ്ങിയാലേ പിരമിഡിന് പുറത്തേക്കെത്താൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ പിരമിഡിന് പുറത്തേക്കെത്തി. അങ്ങനെ പിരമിഡ് കണ്ട് പുറത്തിറങ്ങി ഞങ്ങള്. അകത്ത് ഇച്ചിരി ചൂടുണ്ട്, പുറത്ത് നല്ല തണുപ്പാ. പിരമിഡ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കേൾക്കുന്ന ഒന്നാണ് ഈ പിരമിഡുകളൊക്കെ നിർമ്മിച്ചത് ആയിരക്കണക്കിന് വരുന്ന അടിമകളെ കൊണ്ടാണെന്ന്. എന്നാൽ ഇതിനെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരുടെയും ആർക്കിയോളജിസ്റ്റുകളുടെയും കണ്ടെത്തൽ പിരമിഡ് നിർമ്മിച്ചത് പെയ്ഡ് സ്കിൽഡ് ലേബേഴ്സ് ആണെന്നാണ്. അതായത് നിർമ്മാണ വിദ്യ അറിയാവുന്ന ആളുകളെ കൂലി കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ചാണ് ഈ പിരമിഡുകൾ ഉണ്ടാക്കിയെന്നാണ് ചുരുക്കം. ഇത്തരം തൊഴിലാളികൾ ഈ പിരമിഡുകൾക്ക് സമീപം താമസിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തൊഴിലാളികളുടെ ശവകുടീരങ്ങൾ പിരമിഡിന് സമീപത്തായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ കല്ലുകൾ ഇങ്ങോട്ട് എത്തിച്ചതും അവ ഇത്ര ഉയരത്തിൽ സ്ഥാപിച്ചതുമൊക്കെ വലിയൊരു അത്ഭുതം തന്നെയാണ്. റാമ്പുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ മുകളിലേക്ക് കൊണ്ടുപോയിരുന്നത്. കൂടാതെ നിർമ്മാണത്തിനാവശ്യമായ ചുണ്ണാമ്പ് കല്ലുകൾ കുറേയൊക്കെ ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തവയാണ്. ബാക്കിയൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നും നദിയിലൂടെയും മറ്റും കൊണ്ടുവന്നവയുമാണ്. ഈ കാണുന്നതാണ് പിരമിഡ് ഓഫ് കഫ്രെ. നേരത്തെ കണ്ട പിരമിഡ് പണികഴിപ്പിച്ച കുഫുവിന്റെ മകനാണ് കഫ്രെ. കഫ്രെ തന്നെയാണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. പിരമിഡിന്റെ മുകൾ ഭാഗത്ത് അറ്റത്തായി നശിച്ചു പോകാത്ത കുറച്ച് കേസിംഗ് സ്റ്റോണുകൾ കാണാം. ഇത്തരം കേസിംഗ് സ്റ്റോണുകൾ ഉപയോഗിച്ച് ഈ പിരമിഡുകൾ പൂർണ്ണമായും കവർ ചെയ്ത് നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ വിരിക്കുന്നത് പോലെ ഫിനിഷ് ചെയ്താണ് ഇതുണ്ടായിരുന്നത്. കേസിംഗ് സ്റ്റോണുകൾക്ക് നല്ല വെളുത്ത കളറാണ്. പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്ത ഒരു ബിൽഡിംഗ് പോലെയാണ് ഈ പിരമിഡുകൾ അന്നുണ്ടായിരുന്നത്. ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പിരമിഡാണിത്. 448 അടിയാണ് ഇതിന്റെ ഹൈറ്റ്. പക്ഷേ ഈ പിരമിഡ് നമ്മൾ ദൂരെ നിന്നും കാണുമ്പോൾ കുഫുവിന്റെ പിരമിഡിനേക്കാൾ വലുതായി തോന്നും. കുറച്ചുകൂടി ഉയർന്ന സ്ഥലത്താണ് ഈ പിരമിഡ് ഉള്ളത് എന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കുറച്ചപ്പുറത്തായി തന്നെ ഗിസയിലെ മൂന്നാമത്തെ പിരമിഡും കാണാം. കഫ്രയുടെ മകനായ മെൻകൗറയുടെ പിരമിഡാണിത്. മെൻകൗറയാണ് ഈ പിരമിഡ് പണികഴിപ്പിച്ചത്. ഇതാണ് ഈ 3 പിരമിഡുകളിൽ ഏറ്റവും ചെറിയ പിരമിഡ്. 215 അടിയാണ് ഇതിന്റെ ഉയരം. മറ്റു പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ പിരമിഡ് ചുണ്ണാമ്പ് കല്ലുകൾക്കൊപ്പം ഗ്രാനൈറ്റ് കൂടി ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 12ാം നൂറ്റാണ്ടിൽ സുൽത്താൻ അൽ അസീസ് ഉസ്മാൻ ഈ പിരമിഡ് പൊളിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പിരമിഡിന്റെ ഉറപ്പ് കാരണം സുൽത്താൻ ഇത് പൊളിക്കാനായില്ല. 3 പിരമിഡും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനടുത്ത് തന്നെയുള്ള മനുഷ്യന്റെ മുഖവും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിനിക്സ് കാണാൻ വേണ്ടി പോവാണ്. ഈ സ്ഫിനിക്സ് പിരമിഡിന്റെ കാവലാണെന്നാണ് പറയുന്നത്. പിരമിഡിന് തൊട്ട് മുന്നിൽ തന്നെയാണ്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യമാണ് ഈ സ്ഫിനിക്സ്, അത് കഴിഞ്ഞിട്ടാണ് പിരമിഡ്. നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് വന്നത്. പിരമിഡിന്റെ അടുത്ത് നിന്നും കുറച്ചുകൂടി നടന്നു വേണം സ്ഫിങ്സിനടുത്തേക്ക് എത്താൻ. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള സുവനീറുകൾ വിൽക്കുന്ന ചെറിയ കടകളൊക്കെയുണ്ട്. ചെറു ശില്പങ്ങളും പിരമിഡിന്റെ ചെറിയ രൂപങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ കച്ചവട സാധനങ്ങൾ. അങ്ങനെ വലിയ കൽഭിത്തിക്ക് അരികിലൂടെ നടന്ന് ലോക പ്രശസ്തമായ സ്ഫിങ്സിന് മുന്നിലെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശില്പമാണിത്. ഒരു സിംഗിൾ ലൈം സ്റ്റോണിലാണ് സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ തലയുമുള്ള ഈ ശില്പം കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്.
പുരാതന ഈജിപ്തിലെ ഫറവോയായ ഖഫ്രയുടെ കാലത്ത് BC 2500 ഈ ശില്പം നിർമ്മിക്കപ്പെട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ ശില്പത്തിന്റെ മുഖം ഖഫ്രയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും കരുതപ്പെടുന്നു. 240 അടി നീളവും 66 അടി ഉയരവുമുണ്ട് ഈ ലൈംസ്റ്റോൺ ശില്പത്തിന്. ഇവിടെയുള്ള ശവകുടീരങ്ങളും ടെമ്പിളുമൊക്കെ സംരക്ഷിക്കുന്നതിനാണ് ഈ കരുത്തനായ രൂപത്തെ ഇവിടെ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ശില്പത്തിന്റെ മൂക്ക് അറ്റുപോയ നിലയിലാണ്. എങ്ങനെയാണ് ശില്പത്തിന്റെ മൂക്ക് നഷ്ടമായതെന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ല. പണ്ട് കാലത്തുണ്ടായ സംഘർഷത്തിലാണ് ശില്പത്തിന്റെ മൂക്ക് തകർന്നതെന്നും അതല്ല പ്രകൃതിക്ഷോഭത്തിൽ സംഭവിച്ചതാണെന്നുമൊക്കെ പലവിധ വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സ്ഫിങ്സിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിനു ശേഷം പുറത്തേക്ക് നടക്കുകയാണ്. ഇവിടെയും ചെറിയ കടകളൊക്കെയുണ്ട്. സുവനീറുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ തന്നെയാണ് ഇവിടെയും കച്ചവട സാധനങ്ങൾ. ഇതാണ് പിരമിഡിന്റെ മറ്റൊരു ഗേറ്റ്. ഞങ്ങളിവിടെ ഒരു ഊബർ ടാക്സിക്കായി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പിരമിഡൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു ഊബർ വിളിച്ച് തിരിച്ച് കെയ്റോയിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഊബർ ബുക്ക് ചെയ്തിട്ട് മാത്രം പോവുക. ഊബറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരിക. ഒരു കാരണവശാലും ഇവിടുന്ന് ടാക്സി ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പറ്റീരിൻ്റെ കളിയാണ്, സ്കാമുകളുടെ കളിയാണ് ഇവിടെ. പിരമിഡുകളിൽ നിന്നും ലഭിച്ച മമ്മികൾ ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത്തരം മമ്മികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.